നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ സോഴ്സുകൾ ശരിക്കും കൗതുകം നിറഞ്ഞതാണ്. അതെ, ഒരു മുൻ സൈനികൻ മോഹനകൃഷ്ണൻ MD, അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്നം, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഒരു പുസ്തകം, കുറച്ച് യൂട്യൂബ് വീഡിയോകൾ, അതെ, പിന്നെ ഒരുപാട് ചിത്രങ്ങളൊക്കെയുള്ള ഒരു പ്രവർത്തന പദ്ധതി. ഇതെല്ലാം കൂടി ചേരുമ്പോൾ കഴിവ് എന്നൊരു വലിയ ആശയം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭ്രാന്തൻ ആശയമാണോ അതോ ഒരു പ്രതിഭയുടെ സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി. ആ സംശയം സ്വാഭാവികമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുരാതന യോഗ തത്വങ്ങളും ഒരുമിച്ച് ലോകത്തെ മാറ്റാൻ കഴിയുമോ? അപ്പോ നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിച്ചാലോ? എന്താണ് ഇതിന്റെ ഉള്ളറകൾ? തീർച്ചയായും ആ ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തം. ഒറ്റ നോട്ടത്തിൽ AI, യോഗ, പിന്നെ ഓർഗാനിക് ഫാമിംഗ്, സ്കിൽ ഡെവലപ്മെന്റ്, അതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്തതുപോലെ തോന്നും. പക്ഷേ ഈ രേഖകൾ നമ്മൾ ജാഗ്രതയായി നോക്കുമ്പോ ഇതിനെല്ലാം ഒരു പൊതുവായ അടിത്തറയുണ്ടെന്ന് കാണാം. ഒരു 4 ആശയങ്ങൾ: സർവേ ഓൺ സ്ട്രഗിൾസ്, സോൾവ് വിത്ത് സ്കിൽസ്, സ്കെയിൽ ഓൺ സേഫ്റ്റി, സെർവ് വിത്ത് സൊസൈറ്റി. അതായത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒരു സർവേയിലൂടെ കണ്ടെത്തുക, എന്നിട്ട് കഴിവുകൾ കൊണ്ട് അതിന് പരിഹാരം കാണുക, സുരക്ഷയോടെ അതിനെ വളർത്തുക, എന്നിട്ട് ആ വളർച്ച അത് സമൂഹത്തിന് തന്നെ തിരികെ നൽകുക. ഈ 4 എസ്സുകളാണ് ശരിക്കും കഴിവ് എന്ന ഈ ആശയത്തിന്റെ കാതൽ. കൊള്ളാം. അപ്പോ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിവ് മനുഷ്യന്റെ കഴിവിൽ വിശ്വസിക്കുന്ന ഒരു പേരാണല്ലോ. അതെ, ഇതൊരു അന്താരാഷ്ട്ര ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് ആൻഡ് സർവേ അക്കാദമി, അങ്ങനെയാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ സ്ഥാപകൻ മോഹനകൃഷ്ണൻ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തനിക്ക് വലിയ വിദ്യാഭ്യാസമോ സാമ്പത്തിക ഭദ്രതയോ ഒന്നുമില്ലെന്ന്. പക്ഷേ AI-യുടെ ശക്തിയും മനുഷ്യന്റെ കഴിവും ഒരുമിപ്പിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അവിടെയാണ് ഈ പദ്ധതിയുടെ ആ സാമൂഹിക കാഴ്ചപ്പാട് വരുന്നത്. ഇതൊരു ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ഒരു ബിസിനസ് അല്ല, മറിച്ച് ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഒരുപക്ഷെ ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കാൻ സാധ്യതയുള്ള ഒരു മുന്നേറ്റമാണ് ഈ രേഖകളിൽ ഇതിനെ അവതരിപ്പിക്കുന്നത്. വിഷാദം, ഉത്കണ്ഠ, തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങളെയാണോ ഇത് ലക്ഷ്യം വെക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതെ. ആധുനിക സമൂഹത്തിന്റെ പ്രധാന പ്രശ്നങ്ങളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ AI ഒരു ടൂൾ മാത്രമാണ്, ഒരു ഉപകരണം. അതെ, പ്രശ്നങ്ങൾ കണ്ടെത്താനും കാര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു ഉപകരണം. യഥാർത്ഥ പരിഹാരം വരുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. യോഗ, പിന്നെ ചിട്ടയായ ജീവിത നൈപുണ്യ പരിശീലനം, അതിലൂടെ. ശരിയാണ്. അപ്പോ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട 3 തൂണുകളിലേക്ക് കടക്കാം. ഏറ്റവും പുതിയതിൽ നിന്ന് തന്നെ തുടങ്ങാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? സർവേ നടത്താൻ വേണ്ടി മാത്രമാണോ? അല്ല, AIക്ക് ഇവിടെ പല റോളുകളുണ്ട്. ഒന്ന്, നിങ്ങൾ പറഞ്ഞതുപോലെ ആളുകളുടെ മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സർവേകൾ നടത്തുക. 2, ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ അത് പൂർണ്ണമായും സുതാര്യമാക്കുക. അതായത് ഇതിലെ ഓരോ അംഗത്തിനും 1 രൂപയുടെ വരവ് ചെലവ് കണക്കുകൾ പോലും കാണാൻ കഴിയുന്ന ഒരു AI ആപ്ലിക്കേഷൻ. അത് വിശ്വാസ്യതയ്ക്ക് വളരെ പ്രധാനമാണ്. പക്ഷേ കൂട്ടത്തിൽ എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ആശയം വേറെയാണ്. ഒരു മിനിറ്റ്, റിഫ്രഷ് AI ബട്ടൺ അല്ലേ? അതെ. എനിക്കത് വളരെ കൗതുകമായി തോന്നി. നമ്മുടെ കമ്പ്യൂട്ടറുകളിലും മൊബൈലുകളിലും ഒക്കെയുള്ള ഒരു റിഫ്രഷ് ബട്ടൺ പോലെ ജോലിയിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന്. ഇത് ശരിക്കും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്ന പോലെ ഉണ്ടല്ലോ. ഉണ്ട്. ആ റിഫ്രഷ് AI ബട്ടൺ എന്ന ആശയം വളരെ രസകരമാണ്. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ ഈ രേഖകളിൽ വിശദമായി പറയുന്നില്ല. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ ഊഹിക്കാം. എങ്ങനെയൊക്കെയാവാം അത് പ്രവർത്തിക്കുക? ഒരു പക്ഷേ ഇത് നമ്മുടെ കീബോർഡ് ഉപയോഗിക്കുന്ന വേഗത, മൗസ് ചലിപ്പിക്കുന്ന രീതി, എഴുത്തിലെ പിഴവുകൾ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചെറിയ ഇടവേളകൾ, ഇതൊക്കെ വിശകലനം ചെയ്താവാം പ്രവർത്തിക്കുക. നിങ്ങൾ തുടർച്ചയായി തെറ്റുകൾ വരുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈപ്പിംഗ് വേഗത കുറയുന്നു, അപ്പോൾ ഈ AI അത് തിരിച്ചറിഞ്ഞ് ഒരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചേക്കാം. ചിലപ്പോൾ 2 മിനിറ്റ് ശ്വാസമെടുക്കാനുള്ള വ്യായാമ നിർദ്ദേശങ്ങൾ തന്നേക്കാം. തീർച്ചയായും. ജോലിയിലെ സമ്മർദ്ദം കുറയ്ക്കാൻ നമ്മുടെ ഉപകരണങ്ങൾ തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാവിയെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. കൊള്ളാം. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തെ പരിപാലിക്കുന്നു. ശരി, ഇതാണ് ഒന്നാമത്തെ തൂൺ, ഏറ്റവും ആധുനികമായ AI. അതെ.
ഇനി രണ്ടാമത്തെ തൂണിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ മറുവശത്തേക്കാണ് പോകുന്നത്. യോഗ. ഇത് ശരിക്കും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലേ? ആണ്. ശാരീരിക വ്യായാമമല്ല. അല്ല. ഇതിൽ യോഗയെ ജീവിതത്തിന്റെ എ മുതൽ Z വരെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പതഞ്ജലി മഹർഷിയുടെ ചിത്തവൃത്തി നിരോധം എന്ന യോഗസൂത്രത്തെക്കുറിച്ച് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? മനസ്സിന്റെ അനാവശ്യമായ ചിന്താ പ്രവാഹങ്ങളെ നിയന്ത്രിക്കുക എന്ന്. അപ്പോ AI ഉപയോഗിച്ച് ഒരാളുടെ പ്രശ്നം ഉത്കണ്ഠയാണ് എന്ന് കണ്ടെത്തിയെന്ന് കരുതുക. ശരി. അതിന് പരിഹാരമായി മരുന്ന് നൽകുന്നതിന് പകരം മനസ്സിനെ ശാന്തമാക്കാനുള്ള മാർഗം പഠിപ്പിക്കുന്നു. അഷ്ടാംഗ യോഗത്തിലെ യമം, നിയമം, ആസനം, പ്രാണായാമം പോലുള്ള 8 ഘടകങ്ങളും. അതെല്ലാം മാനസികാരോഗ്യവും ആത്മീയ വളർച്ചയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണല്ലോ. അതെ. അപ്പോ AI പ്രശ്നം കണ്ടെത്തുന്നു, യോഗ അതിനൊരു ആന്തരികമായ ശാശ്വതമായ പരിഹാരം നൽകുന്നു. ശരി. AI പ്രശ്നം കണ്ടെത്തുന്നു, യോഗ ആന്തരികമായ പരിഹാരം നൽകുന്നു. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒരു വലിയ വിടവുണ്ടല്ലോ. തൊഴിലില്ലാതെ വിഷാദത്തിലിരിക്കുന്ന ഒരാളോട് പോയി യോഗ ചെയ്യാൻ പറഞ്ഞാൽ അയാൾ ചിലപ്പോ കേൾക്കണമെന്നില്ല. ആ വിടവ് നികത്താൻ എന്തെങ്കിലും ഒരു പാലം വേണ്ടേ? വേണം, തീർച്ചയായും വേണം. അതാണ് മൂന്നാമത്തെ തൂണ്, ജീവിത നൈപുണ്യം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ്. ഓക്കെ. അതിനായി ഇവർ ഒരു പ്രത്യേക പാഠ്യപദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ജീവിതത്തിന്റെ ABCDZ. ജീവിതത്തിന്റെ ABCD എന്നൊക്കെ കേൾക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. തോന്നാം. പക്ഷെ ഇതിലെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് A എന്നാൽ ആക്ഷൻ, അതായത് പ്രവൃത്തി. B ബിലീവ്, വിശ്വാസം. C കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ഞാൻ ആ ലിസ്റ്റ് നോക്കിയപ്പോ അതിൽ V എന്നത് വെർച്വൽ ആണെന്ന് കണ്ടു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അപ്പൊ സംഭവം അത്ര പഴയ ആളല്ല. അല്ല. ഇതൊരു ഘടനാപരമായ പരിശീലന പദ്ധതിയാണ്. ഇതൊരു കോഴ്സ് പോലെ പഠിപ്പിച്ചു വിടുകയല്ല ചെയ്യുന്നത്. പിന്നെയോ? ഈ രേഖകളിൽ ഒരു സ്കൂൾ മാതൃക തന്നെ വിശദീകരിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ കുട്ടികൾ പ്രകൃതിയെയും കൃഷിയെയും കുറിച്ച് പഠിക്കുന്നു. 6ാം ക്ലാസ്സിലെത്തുമ്പോൾ അവരവരുടെ കഴിവുകൾ കണ്ടെത്താനും വികസിപ്പിക്കാനും പഠിക്കുന്നു. 9ാം ക്ലാസ്സിൽ ഇന്റേൺഷിപ്പ്. 10ാം ക്ലാസ്സിൽ സ്വന്തമായി ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് പഠനം പൂർത്തിയാക്കുന്നത്. അപ്പോഴേക്കും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രായോഗിക അറിവ് കിട്ടിയിട്ടുണ്ടാവും. അതെ. പക്ഷെ ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. മുതിർന്നവർക്കുമുണ്ടോ? കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, കോർപ്പറേറ്റുകൾക്ക്, ഓട്ടിസം ബാധിച്ചവർക്ക്, വൃദ്ധസദനങ്ങളിലുള്ളവർക്ക്, ഓരോ വിഭാഗത്തിനും അനുയോജ്യമായ രീതിയിൽ ഈ ചട്ടക്കൂട് മാറ്റിയെടുക്കാം. ഉദാഹരണത്തിന്, ഒരു കോർപ്പറേറ്റ് ജീവനക്കാരന് സമയം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിലാവാം ഊന്നൽ. വൃദ്ധസദനത്തിലുള്ള ഒരാൾക്ക് ആരോഗ്യം, സന്തോഷം എന്നിവയിലാവാം. ഇതൊരു ആജീവനാന്ത പഠന രീതിയാണ്. ഒക്കെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: പണം. അതെ. ഇത്രയും വലിയൊരു ആശയം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? വലിയ സ്വപ്നങ്ങൾ കാണാൻ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്താൻ പണം വേണ്ടേ? ഇതിന്റെ പ്രവർത്തന രീതിയും സാമ്പത്തിക മാതൃകയും എന്താണ്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിനും ഈ രേഖകളിൽ വ്യക്തമായ ഒരു രൂപരേഖയുണ്ട്. പ്രവർത്തന രീതിക്ക് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. 4 ഘട്ടങ്ങൾ. 1. AI വഴി സർവേ നടത്തി ആവശ്യങ്ങൾ കണ്ടെത്തുന്നു. 2. റിസർച്ച് ടീമുകളുടെ സഹായത്തോടെ ഓരോ വ്യക്തിക്കും വേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നു. 3. ഡയറക്ടർമാരുടെ ഒരു പാനൽ ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വളർച്ച ഉറപ്പാക്കുന്നു. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം, ഈ പരിശീലനം ലഭിച്ചവർ സർവീസ് സെന്ററുകൾ വഴി അവർ പഠിച്ച കാര്യങ്ങൾ സമൂഹത്തിന് തിരികെ നൽകുന്നു. അതൊരു ചാക്രികമായ പ്രക്രിയയാണ്. ഇതിന്റെ സംഘടനാ ഘടനയും വളരെ വിശദമായി നൽകിയിട്ടുണ്ടല്ലോ. ഡയറക്ടർമാർ, റിസർച്ച് ടീം, ടീം ലീഡർമാർ. അതെ. ഓരോ വിഭാഗത്തിനും കൃത്യമായ റോളുകളുണ്ട്. ഒരു ടീമിൽ തന്നെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, കർഷകർ, അങ്ങനെ പല മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്താനും പദ്ധതിയുണ്ട്. ശരി. ഇനി സാമ്പത്തിക മാതൃക, അതാണ് എനിക്ക് അറിയേണ്ടത്. അതിലേക്ക് വരാം. ഡയറക്ടർമാരുടെ പ്രാരംഭ നിക്ഷേപത്തിലാണ് തുടക്കം. പക്ഷേ അതിന് മാത്രം ആശ്രയിച്ചല്ല ഈ പദ്ധതി നിലനിൽക്കുന്നത്. 35-ലധികം വരുമാന മാർഗങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. 35? അത് കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഓർഗാനിക് നഴ്സറി, മത്സ്യകൃഷി, റെസ്റ്റോറന്റ്, ടൂറിസം, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ. ശരിക്കും ഇത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. ആ ആശങ്ക ശരിയാണ്. ഒറ്റയടിക്ക് 35 ബിസിനസ്സുകൾ തുടങ്ങുക എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെന്താണ്?
മറിച്ച് ഓരോ കഴിവ് സെന്ററും അതിന്റെ ചുറ്റുപാടിന് അനുയോജ്യമായ വരുമാന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ആശയം. ഓ, അങ്ങനെ. ഉദാഹരണത്തിന്, ഒരു ഗ്രാമപ്രദേശത്തുള്ള സെന്ററിന് കൃഷിയും മത്സ്യകൃഷിയുമാവാം കൂടുതൽ അനുയോജ്യം. ഒരു നഗരത്തിലെ സെന്ററിന് ചിലപ്പോൾ ഒരു കഫേയോ EV ചാർജിംഗ് സ്റ്റേഷനോ ആകാം കൂടുതൽ ലാഭകരം. പ്രധാന ലക്ഷ്യം സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടുക എന്നത് തന്നെ. അതെ, പുറത്തുനിന്നുള്ള ഫണ്ടിങ്ങിനെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായി വരുമാനം കണ്ടെത്തി നിലനിൽക്കുന്ന ഒരു മാതൃക. സുതാര്യതയുടെ കാര്യം ഒന്നുകൂടി പറയാമോ? അത് വളരെ പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നി. തീർച്ചയായും. എല്ലാ സാമ്പത്തിക ഇടപാടുകളും നേരത്തെ പറഞ്ഞ ആ AI ആപ്ലിക്കേഷൻ വഴി എല്ലാ അംഗങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. ഒരു രൂപ പോലും എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്ന് വ്യക്തമായൊരു കണക്കുണ്ടാകും. കൃത്യമായി. ഇത് അഴിമതിക്കുള്ള സാധ്യത ഇല്ലാതാക്കും, അംഗങ്ങൾക്കിടയിൽ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ സുതാര്യതയാണ് ശരിക്കും ഈ സാമ്പത്തിക മാതൃകയുടെ നട്ടെല്ല്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, കഴിവ് എന്നത് വെറുമൊരു പരിശീലന കേന്ദ്രമോ ബിസിനസ്സോ അല്ല. അല്ല. AI ഉപയോഗിച്ച് സാമൂഹിക പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു. യോഗയുടെയും ചിട്ടയായ ജീവിത നൈപുണ്യ പരിശീലനത്തിന്റെയും സഹായത്തോടെ അതിന് പ്രായോഗികമായ പരിഹാരം കാണുന്നു. എന്നിട്ട് സ്വയം പര്യാപ്തമായ ഒരു സാമ്പത്തിക മാതൃകയിലൂടെ ആ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നു. ഇതൊരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥ, ഒരു ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ്. വ്യക്തിയുടെ വളർച്ചയിൽ തുടങ്ങി അത് സമൂഹത്തിന്റെ വളർച്ചയായി മാറുന്ന ഒരു വലിയ കാഴ്ചപ്പാട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ രേഖകളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ആശയം വീണ്ടും വീണ്ടും മുന്നോട്ട് വരുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും സമയത്തെയും ഊർജത്തെയും എങ്ങനെ ഒരു പ്രയത്നമാക്കി മാറ്റി വരുമാനം നേടാമെന്നത്. അതിൽ നിന്നൊരു ചിന്ന പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. പറയൂ. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഉള്ള ഓരോ സോഫ്റ്റ്വെയറിലും നിങ്ങൾ മാനസികമായി തളരുമ്പോൾ ഉന്മേഷം നൽകാനും നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ വിലയിരുത്താനും കഴിവുള്ള ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ടെന്ന്. അതായത് ഒരുപക്ഷെ നിങ്ങളെ ഇമെയിൽ ആപ്പ് പറയും, നിങ്ങൾ കഴിഞ്ഞ 1 മണിക്കൂറായി വളരെ സമ്മർദ്ദത്തിലാണ്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് 2 മിനിറ്റ് കണ്ണടച്ചിരിക്കൂ എന്ന്. കൊള്ളാം. സാങ്കേതിക വിദ്യ നമ്മുടെ ജോലിയുടെ ഭാഗം മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ തന്നെ ഒരു കാവലാളാകുന്ന ഒരു ഭാവിയെക്കുറിച്ചല്ലേ ഈ ആശയം നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഈ കഴിവ് എന്ന പദ്ധതി വിജയിച്ചാലും ഇല്ലെങ്കിലും അത് മുന്നോട്ട് വെക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ അത് വളരെ പ്രസക്തമാണ്.